വെറും 13 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ലക്ഷറി ആയിട്ട് ഇന്റീരിയർ വിത്ത് ഫർണിച്ചർ ചെയ്ത ഫ്ലാറ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. വെറും 45 ദിവസത്തിനുള്ളിലാണ് ഇവര് ഈ ഒരു ഫ്ലാറ്റ് ഖാലി ഫ്ലാറ്റിൽ നിന്നും ഇത്രയും ഇന്റീരിയർ ചെയ്ത് മനോഹരമാക്കിയ ഒരു ഫ്ലാറ്റാക്കി മാറ്റി കൊടുത്തത്. സാധാരണ നമ്മളൊരു ഫ്ലാറ്റ് ഇന്റീരിയറിൽ ഏൽപ്പിച്ചാൽ ഫ്ലാറ്റോ വീടോ എന്ത് ഇന്റീരിയറിൽ ഏൽപ്പിച്ചാലും നമുക്ക് ടൈമിന്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്, ശരിയല്ലേ? നമ്മളിപ്പോ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് പോലും ഒരു വൃത്തിയായിട്ട് നമുക്ക് ഫ്ലാറ്റ് തിരിച്ച് കിട്ടാറില്ല, അല്ലെങ്കിൽ വീട് തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവർ ഹൈലൈൻ ഗ്രൂപ്പ് ചെയ്ത് വെറും 45 ഡേയ്സ് കൊണ്ട് തന്നെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ലക്ഷറി ആയിട്ട് തന്നെ ഈ ഫ്ലാറ്റ് ഈ രീതിയിൽ ഇന്റീരിയർ ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറി വരുമ്പോൾ നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ലിവിംഗ് ഏരിയയിൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ റിക്ലൈനർ സോഫയാണ്. നല്ല മനോഹരമായ ഒരു റിക്ലൈനർ സോഫ ഇവരുടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വാളിലേക്ക് വരികയാണെങ്കിൽ വാളിൽ ഇതെല്ലാം വാൾ പേപ്പേഴ്സ് ആണ്. വാൾ പേപ്പേഴ്സ് ഈ ഫ്ലാറ്റിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കാത്ത രീതിയിൽ തന്നെ ഒരു ലൈറ്റ് കളേഴ്സ് വാൾ പേപ്പേഴ്സ് ആണ് ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിന് കൂടെ തന്നെ ഒരു ചെറിയ എന്താ പറയുക ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് മൊത്തം അക്രലിക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അക്രലിക് ഫിനിഷിന് ആയതുകൊണ്ട് നല്ല ഗ്ലോസി ഫിനിഷ്, നല്ല അടിപൊളി ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ലൈറ്റ്സും പിന്നെ മുകളിൽ വരുന്ന കണ്ടില്ലേ ഫ്ലെക്സിബിൾ പ്രൊഫൈൽ ലൈറ്റ് ആണ്. അതും കൂടി വന്നുകൊണ്ട് തന്നെ ഈ നമ്മൾ കയറി വരുമ്പോൾ ഈ ലിവിങ് ഡൈനിങ് എല്ലാം തന്നെ നല്ല ലക്ഷറി രീതിയിൽ മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ സ്റ്റീൽ വിത്ത് ടോപ്പ് വുഡിൽ ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു ക്യാമൽ കളർ, ആ കളറിൽ വരുന്ന ഒരു ചെയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരെ പുറകിലാണെങ്കിൽ ലോങ് കർട്ടനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ലോങ് കർട്ടന്റെ മുകളിലും അതുപോലെ നമ്മുടെ ഈ ഫ്ലെക്സിബിൾ ലൈറ്റിന്റെ മുകളിലൊക്കെ കാണുന്ന ഒരു ഭാഗം ലെതർ ഫിനിഷിലും കൊടുത്തിട്ടുണ്ട്. പ്യൂർ ലെതർ ഫിനിഷിലും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലിവിങ് ഡൈനിങ് നിന്ന് നേരെ ബെഡ്റൂം ഏരിയയിലേക്ക് കിച്ചണിലേക്ക് പോകുന്ന ആ ഭാഗത്തെല്ലാം ലാമിനേറ്റഡ് വുഡൻ ഫിനിഷും കൂടി നൽകിയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് വേറെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫ്ലാറ്റിന്റെ ബെഡ്റൂം ഏരിയയിലേക്ക് പോട്ടോ. ബെഡ്റൂം ഏരിയ ഒക്കെ കണ്ടല്ലേ, നല്ല വലിയ ഒരു കിങ്സ് ടൈപ്പ് ബെഡ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു കോട്ട് കണ്ടല്ലേ, നല്ലൊരു ഹൈഡ്രോളിക് ലിഫ്റ്റപ്പ് ഉള്ള ഒരു കോട്ടാണ് ഇവർ സെറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെയുള്ള ഭാഗത്ത് സ്റ്റോറേജ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഹെഡ് ബോർഡ് വരുന്നത് ഒരു ക്ലോത്ത് ഫിനിഷിലാണ് ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നത്. പുറകിലായിട്ട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്ലൈവുഡിൽ നമ്മുടെ പ്യൂ ലെതറിന്റെ ഒരു ടെക്സ്ചർ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ലാമിനേറ്റഡ് വുഡൻ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റോമൻ കേർട്ടൻ ഇവിടെ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫീല് വേറെ ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാനലും ഇവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി കാണുന്നത് ഈ വാർഡ്രോബാണ്. വാർഡ്രോബ് ഒക്കെ അക്രലിക് ഫിനിഷിലാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലോസി ഫിനിഷ് നല്ല രീതിയിൽ എടുത്ത് കാണുന്നുണ്ട്. പിന്നെ ഒരു ലോങ് ഗ്ലാസ് ഇവിടെ, അതും ലൈറ്റ് ഉള്ള ഗ്ലാസ് ആണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഞാനുള്ളത് ഫ്ലാറ്റിന്റെ സെക്കൻഡ് ബെഡ്റൂമിലാണ്. സെക്കൻഡ് ബെഡ്റൂം നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിനെക്കാട്ടി കുറച്ച് ചെറുതാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ബെഡാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ക്യൂൺ ടൈപ്പ് കോട്ട്, അതിന്റെ ബെഡ്, പിന്നെ ഹെഡ് അപ്പ് ഏരിയ, പുറകിലായിട്ടുള്ള നമ്മുടെ വാൾപേപ്പേഴ്സ്, മുകളിൽ ചെറിയ രീതിയിൽ ഒരു ജിപ്സം വർക്കും കൂടാതെ ലാമിനേറ്റഡ് ഫിനിഷും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു വാർഡ്രോബും ആണ് ഇവിടെ അക്രലിക് ഫിനിഷിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഫ്ലാറ്റിന്റെ കിഡ്സ് ബെഡ്റൂമിലാണ് കേട്ടോ. അത് കണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു കിഡ്സ് ബെഡ്റൂം ആണ്. ചെറിയൊരു സ്പേസ് ആണ്, അതിൽ തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് ഇവർ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു സ്റ്റഡി ടേബിൾ, അതിന്റെ കൂടെ കബോർഡ്സ് ഒക്കെ കൊടുത്ത് കുട്ടിയൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ഷെൽഫൊക്കെ ആയിട്ട് വളരെ സൂപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ബെഡിന്റെ അടിയിലുള്ള സ്പേസ് ഒക്കെ. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചൺ കണ്ടില്ലേ, നമ്മളെ ഫ്ലാറ്റുകളിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയൊരു കിച്ചൺ ആയിരിക്കും. പക്ഷെ ആ ചെറിയ കിച്ചൺ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത്രയും നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് കണ്ടില്ലേ, നമ്മുടെ കബോർഡ്സും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഇവർ കൈകാര്യം ചെയ്ത്, കളർ കോമ്പിനേഷൻ ആണെങ്കിൽ വേറൊരു ലെവലാണ്. ചെറിയൊരു ഗോൾഡൻ ടച്ച് ഒക്കെ കൊടുത്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കിച്ചൺ. അപ്പോൾ ഈ രീതിയിലാണ് ശരിക്കും ചെറിയ ഇത് കേട്ടോ, ഫ്രിഡ്ജിനുള്ള സ്പേസ്, നമ്മുടെ ഈ ഓവൻ ഹുഡ് ഏരിയ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാറ്റ് ഇവർക്ക് ഈ രീതിയിൽ ഇന്റീരിയർ ചെയ്തെടുക്കാൻ വേണ്ട വന്ന സമയം വെറും 45 ദിവസം മാത്രമാണ് കേട്ടോ. ഈ 45 ദിവസം കൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ ഈ ഫ്ലാറ്റ്
ഇന്റീരിയർ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഇന്റീരിയർ ചെയ്തെടുത്ത ഈ ഒരു ഫ്ലാറ്റിന് ഇവർ ഏകദേശം ചെലവ് വന്നത് 13 ലക്ഷം രൂപയാണ്. അതിൽ ഇന്റീരിയർ മാത്രമല്ല വരുന്നത്, ഈ ഫർണിച്ചേഴ്സും അതുപോലെ കിച്ചണും ഈ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ഈ ഒരു പ്രൈസിംഗിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹൈലൈൻ കൺസ്ട്രക്ഷൻ ഇന്റീരിയർ മാത്രമല്ല, അവർ വീടിന്റെ കൺസ്ട്രക്ഷനും ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ വന്ന് വർക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ സൈനിങ് ഓഫ്.